പെർഫെക്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോളേ ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ ഇടുമെന്ന് ആലോചിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ബ്രൈഡൽ മുല്ല അങ്ങനെ പൂത്ത് തളിർത്ത് നിൽക്കുന്നത് കണ്ടത്. പൂത്ത് തളിർത്ത് നിൽക്കണമൊന്നും അല്ല കേട്ടോ, അതിൻ്റെ മണമാണ് മക്കളെ, അടിപൊളി മണമാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് രാവിലെ ബീനാമയും അപ്പനും കൂടെ അതുകൊണ്ട് കൂത്താട്ടുകുളം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരു സ്ഥലം വരെ പോവുക, അത് ഞാൻ പിന്നീട് പറയാം കേട്ടോ. അതിന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പോണത്. പിന്നെ ഞങ്ങളുടെ ലോകമില്ലായിരുന്നോ, ഞങ്ങൾ തകർത്ത് അടിച്ച് പൊളിച്ച് ഞാനിങ്ങടെ ഞങ്ങൾ മാത്രം അവിടെ കിടന്ന് കുറേ നേരം കുത്തിമറിഞ്ഞ് കളിച്ചു ചിരി എല്ലാം കഴിഞ്ഞ് ഇച്ചിരി നേരം ഞാൻ എന്തെങ്കിലും എക്സസൈസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതുകൊണ്ട് ഒരാൾ അവിടെ ഇരുന്ന് ഞാൻ ചെയ്യുന്നത് അതുപോലെ ആക്ട് ചെയ്യുക. അത് ഞാനിവിടെ എടുത്തിട്ടില്ല കേട്ടോ. അവൻ്റെ കൂടെയുള്ള കളിയും മേളമൊക്കെ കഴിഞ്ഞപ്പോൾ അവന് ഭക്ഷണം കൊടുക്കേണ്ട സമയമായി. 11 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ആശാനൊരു ഉറക്കം വരവാണ്. അതിനുവേണ്ടി ഞാൻ ഇച്ചിരി അപ്പവും കറി ഉണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു. തിന്നണേൻ്റെ ഒരു റിയാക്ഷൻ കണ്ടോ. തീറ്റുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ലേ. പിന്നെ അവനെ പിടിച്ചു കിടത്തി ഉറങ്ങി എണീക്കാൻ കുറച്ച് സമയം എടുത്തു. ഉറങ്ങി എണീക്കുന്ന വഴി എൻ്റെ പണികളെല്ലാം ബാക്കി ഞാൻ തീർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നതിൻ്റെ ഇടയ്ക്ക് ആശാൻ എഴുന്നേറ്റ് വന്നു. വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ മാത്രം ഇറങ്ങാൻ തുടങ്ങിയത് ഞാനും ഇച്ചാനും കൂടെ. മക്കൾ ഞങ്ങളെക്കാൾ മുന്നേ കയറി. അന്നേരമാണ് എൻ്റെ നെയിൽ പോളിഷ് പൊട്ടിച്ച് അവിടെ ആശാൻ പരിപാടി ഒപ്പിച്ച് വെച്ചത്. ജോർജ് കുട്ടി. വെറുതെ ആ നെയിൽ പോളിഷ് കളയണ്ടെന്ന് തോന്നിക്കഴിഞ്ഞപ്പം തുരുമ്പ് പിടിച്ച സ്ഥലത്തൊക്കെ ഞാൻ അടിച്ചു. തെറ്റ് ചെയ്തവന് ശിക്ഷ കൊടുത്തതാട്ടോ. താനെ ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ചു. അത് നല്ലതല്ലേ? ഇത് കണ്ടോ പെയിൻറ്റ് ചെയ്തത്, കൊള്ളാല്ലേ? അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ജോർജ് കുട്ടി ഇരിക്കുന്ന സ്ഥലം നോക്കിക്കോണം കേട്ടോ. ഇപ്പോൾ വണ്ടിയല്ലേ, ആശാൻ ഇപ്പോൾ അവിടെ ഇരുന്ന ഹെൽമെറ്റിൻ്റെ മുകളിൽ ഇരുന്ന യാത്ര. അങ്ങനെ ഞങ്ങൾ കൂത്താട്ടുകുളം ടൗണിലെത്തി. ഇതുകൊണ്ടേ ഞങ്ങൾ എൻ്ററായി. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ കാണാം കണ്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ സ്വർണ്ണക്കടയിൽ പോയി. സ്വർണ്ണം മേടിക്കാനൊന്നും അല്ല കേട്ടാ. ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ ഒരു വളയുണ്ടായിരുന്നു, അത് മുറുകിപ്പോയി, ഊരാൻ മേലാതെ. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തു. പിന്നെ 2 പേരും കൂടെ അവിടെ ആർന്ന് മേളം. സ്വർണ്ണക്കടക്കാർ ഞങ്ങൾ ഇറക്കി വിടാതിരുന്നത് ആരുടെയോ ഭാഗ്യം. കുറേ നേരെ ഇരുന്ന് കുത്തി മറിഞ്ഞ് അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആശാന്മാർ 2 കൂടെ സ്റ്റേജിൽ കയറി അങ്ങോട്ട് ഡാൻസ് കളി തുടങ്ങി. കണ്ടില്ലേ, നല്ല തണുപ്പല്ലേ, പുറത്ത് നല്ല ചൂടും. അവിടെ കിടന്ന് കളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ബേക്കറി കയറി. 2 പേർക്ക് ഓരോ നാരങ്ങ വെള്ളം മേടിച്ച് കൊടുക്കാമെന്ന് ഓർത്ത് തയ്യാറാക്കിയത്. ചെന്ന് കഴിഞ്ഞപ്പം ജോർജ് കുട്ടി ഒരു സാൻഡ്വിച്ച് മേടിച്ച്. ഉണ്ണിക്കുട്ടനെ ഞങ്ങളൊരു ഫ്രഷ് ലൈം മേടിച്ചതാ. നോക്കിക്കേ ഇരുന്ന് കുടിക്കണത്. വീട്ടിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെറുക്കന് വേണ്ട. ഹോട്ടലിലെ നാരങ്ങ വെള്ളത്തിനാണ് ഭയങ്കര ടേസ്റ്റ്. ഏതായാലും അത് തട്ടിക്കേറ്റി. പിന്നെ പുറത്ത് നല്ല ചൂടല്ലായിരുന്നു, കുടിച്ചോട്ടേന്ന് ഞങ്ങൾ ഓർത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ബുള്ളറ്റ് ചേട്ടനെ ഒന്ന് കണ്ടു. കഴിഞ്ഞ ദിവസം പണി കിട്ടി കൊണ്ടുപോയി ആശുപത്രിയിലാക്കിയിട്ടില്ലേ. സത്യത്തിൽ ഞങ്ങളുടെ അല്ലാട്ടോ ഈ ബുള്ളറ്റ്, ഈ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. പക്ഷെ ജോർജ് കുട്ടിക്ക് ഭയങ്കര ക്രേസാണ്. അവിടെ നിന്ന് നേരെ ഉണ്ണിക്കുട്ടനെ നടത്താനുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. ഒരു ചെരുപ്പ് പി ഒച്ച കേൾക്കണ ചെരുപ്പ് മേടിച്ചു കൊടുത്തു കേട്ടോ. ചെരുപ്പ് വിട്ട് കണ്ണാടിയിൽ പോയി സ്വന്തം രൂപ ആസ്വദിക്കുന്നത് കണ്ടോ, എന്താ സന്തോഷം നോക്കിക്കേ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ അപ്പയും എല്ലാവരും കൂടെ ഞങ്ങൾ വേഗം തിരിച്ച് വീട്ടിലേക്ക് വന്നു. വൈകിട്ട് കിടന്നുറങ്ങി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.